സ്വാഗതമാട് ഇവിടെ നല്ല ഇനം കാളകളുണ്ട് കേട്ടോ. നല്ല മുടിയാഴ്ചലിനൊക്കെ അക്കികത്തിനൊക്കെ പറ്റിയ നല്ല നല്ല കാളകളുണ്ട്. വലുതും ചെറുതൊക്കെ ആയിട്ട് ഇത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ആന്ധ്രക്കാളകളുണ്ട്. നമ്മളെ സ്വാഗതമാട് അങ്ങാടി തന്നെയാണ്, അയവമ്മ തന്നെയാണ്. ഇതെന്താ വില മുനിയ? ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 75 റുപ്യ. ലാസ്റ്റ് 75 അല്ല എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതൊന്ന് ഇതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ വിവരം കൂടി ഒന്ന് പറഞ്ഞിട്ടിങ്ങനെ. ഇതൊക്കെ എന്താ നിലവാരം? ആരിസ 60 റുപ്യക്ക്. 60 റുപ്യക്കാണ് അതിന് ലാസ്റ്റ് പ്രൈസ്. 60 റുപ്യ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാം. ആ പിന്നെ അടുത്തതോ ഈ കാളെ? ഇത് 60 റുപ്യ. ഒരേ മെയിൻ തന്നെയാണ് അല്ലേ? കാരണം കൊമ്പൊക്കെ നല്ല വൃത്തിയുള്ള കൊമ്പും. മറ്റേതോ അതിൻ്റെ അടുത്ത് നിൽക്കുന്നതോ? ഇതോ? ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്. 75 റുപ്യ അല്ലേ? അതിലേറെ കുറച്ച് വലിപ്പമുള്ളതാണ് അല്ലേ? 300 കിലോ ഇറച്ചി ഉണ്ടാവും അല്ലേ? അപ്പോളിൽ നിൽക്കണതോ? അതോ? 70 റുപ്യ. എത്ര ഇറച്ചി ഉണ്ടാവുന്നില്ല ആഴ്ച? 2.5 കിൻഡൽ. 2.5 എന്തായാലും തൂർമ ഉണ്ടാവില്ല. ഇറച്ചി വെയിറ്റ് ആട്ടോ പറഞ്ഞത്, ലൈവല്ല. ഇതെന്താ നിലവാരം? 90 റുപ്യ. 325 ഉണ്ടാവില്ല. ഇതോ? ഇതെന്താ നില? 85-ന്. ഇതെത്ര ഉണ്ടാവും ഇറച്ചിടാ? 300 തൂർമ ഉണ്ടാവും. ഇതൊക്കെ ഇതിൽ ചോദിച്ചണ വില കേട്ടാ. അതെന്തെങ്കിലുമൊക്കെ കച്ചവടമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇതാ സലാമിൻ്റെ അടുത്തുള്ള കള. ഇതോ? 75 റുപ്യ. ഇതെത്ര ഇറച്ചി ഉണ്ടാവും? 2.25. ഇങ്ങനെ തൊത്തുനിന്ന് ഇറക്കി കെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതെന്താ പറയുക? 58 റുപ്യക്ക് അല്ലേ? ഇതെത്ര ഇറച്ചി ഉണ്ടാവും? അത് 2.25 ഉണ്ടാവും. ഇത് ആ മെയിൻ തന്നെയാണ്. അത് ഇനി അവിടെ ചെറുതുകളുണ്ടായിരുന്നല്ലോ അവിടെ. ചെറിയ ടീം വന്ന് ചെറിയ ടീമിന് ഇതെന്താ പാട്? 50 റുപ്യ കൊടുക്കാം. ഇതെന്താ ഇറച്ചി എത്ര ഉണ്ടാവുന്നത്? 1.25. ഇതാ ചെറിയ ചെറിയ ഐറ്റങ്ങളുണ്ടല്ലോ. ഇതെന്താ നിലവാരം? ഇതൊക്കെ ചെറിയ ടീമിനൊക്കെ പറ്റൂല. 28 റുപ്യ മേനിക്ക്. ഇത് എത്ര ഇറച്ചി ഉണ്ടാവും അവിടെ? 100 കിലോ ഉണ്ടാവും അല്ലേ? ഇതൊന്നും ഇല്ലല്ലോ, കാണാൻ നല്ല അയവില്ലാത്ത കളറാണ്. 22 കൊടുക്കാം. ഇതിപ്പോൾ എത്ര ഉണ്ടാവും ഇറച്ചി? 80 അതൊക്കെ ഒരു ചൊറുക്കുള്ളൊരു മുതൽ, കാണാൻ കുറച്ച് മൊഞ്ചുള്ളത്. എത്ര? 160 അല്ലേ? 44. ഇതൊക്കെ ഓല് പറയുന്ന വില കേട്ടോ. അതൊക്കെ കച്ചവടമായിട്ട് അടുക്കണ നേരത്ത് ചെറിയ കീവൊക്കെ ഉണ്ടാവേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അയവില്ലാത്ത കാളകളാണ്. കാരണം ചിലത് നോക്കിയതിന് നല്ല അത്യാവശ്യം കാണാനും കോലവും ഉണ്ട്, നല്ല ചൊറുക്കുണ്ട്. ഇത് അവിടെ ഒന്നും ഇങ്ങനെ 38-ല്ലേ? അല്ല, നല്ല കാളകളാട്ടാ.
സ്വാഗതമാട് അങ്ങാടി തന്നെയാണ് കേട്ടോ. അതിൽ ഇതിലെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ എപ്പോൾ വിളിച്ചാലും എപ്പോൾ വേണമെങ്കിലും സാധനം ഇവിടെ റെഡിക്കുണ്ടാവും കേട്ടോ. ഇത് എത്ര ഉണ്ടാവുന്ന പറഞ്ഞു? 400 രൂപ. വലിയ കാളയാണ് അതിൽ ഉള്ളതിൽ. നമുക്ക് 1.10 കൊടുക്കാം. 1.10 കൊടുക്കാം. 10 കൊടുക്കാം. ഇത് നമ്മൾ ഉള്ളതിൽ ഇപ്പോൾ ഏറ്റവും വലുതല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ? ഈ കാളയും വേറെ മറ്റോ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ആ എന്താ ഇത് എത്ര? എത്ര പറഞ്ഞു? 1.10 ആട്ടോ ഇതിൻ്റെ ചോദ്യം. ഇത് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കണതോ? അത് നമുക്കൊരു 55 റുപ്യക്ക്. പിന്നെ നിങ്ങളെ നമ്പർ എന്ന് പറഞ്ഞാൽ 98 46 66 66 73 73 02. അപ്പോൾ ഈ നമ്പർക്ക് വിളിച്ചാൽ എപ്പോൾ വിളിച്ചാലും സാധനം കിട്ടും. എപ്പോൾ ഇനി ഏത് പാതിരാത്രി വിളിച്ചാലും സാധനം കിട്ടും. അപ്പോൾ കറക്റ്റ് സ്ഥലം ഒന്ന് പറയും. ഇത് സ്വാഗതമാട് അങ്ങാടിയിൽ രണ്ടത്താണിൻ്റെയും ചെങ്കോട്ടീൻ്റെയും നടുവിൽ സ്വാഗതമാട് അങ്ങാടി. ഇതിപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ റോട്ടിക്ക് ചെങ്കട്ടിക്ക് ആകെ ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പുത്തൻതാണിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ 6 കിലോമീറ്റർ ഉണ്ടാവും. അതിൻ്റെ വേറെ എന്തെങ്കിലും ഇവിടെ ഒരു അടയാളം പറയാനുണ്ടോ? സ്വാഗതമാട് അങ്ങാടിയിൽ എന്തെങ്കിലും? ഇവിടെ ഒരു ടൈലിൻ്റെ ഒരു ഷോപ്പൊക്കെ ഇല്ലേ? എടപ്പേലിൻ്റെ അടുത്ത് ഒരു 300-400 മീറ്റർ ഉണ്ടാവും അല്ലേ മുന്നേക്ക്? മക്ക ബേക്കറി അടുത്തായിട്ട്. മക്ക ബേക്കറിനോട് ചാരിയിട്ടുള്ള റോട്ടിന് എൻ്റെ കയറി ഉടനെ. പിന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയം എന്തോ ബിഎൻകെ ഓഡിറ്റോറിയത്തിനോട് ചാരിയിട്ട് തൊട്ടിട്ടാ. അപ്പോൾ ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കേണ്ട സാധനം ഇവിടെ ഉണ്ട്. ഒക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്ന ലോഡുകളാണ്, ആന്ധ്രക്കാളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരെ നമ്പർ ഇപ്പോൾ എന്തായാലും പറഞ്ഞിരിക്കുന്നത്. ആവശ്യക്കാർ ഈ നമ്പർക്ക് ഒന്ന് വിളിച്ചാൽ കേട്ടോ.